ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. നദാനെ എവിടെ നോക്കട്ടെ. നദാ, വെള്ളോ? ഓക്കെ, നമ്മള് എവിടെ പോവാ? സെന്റ് അൽഫോൺസ ചർച്ച്. നമ്മള് നമ്മുടെ ഒരു സൺഡേ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു സൺഡേ കാലത്ത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നോർമലി നമ്മള് എവിടെ പോകും? സെന്റ് അൽഫോൺസ് ചർച്ച്. നമ്മുടെ പള്ളിയിൽ പോകും. അപ്പൊ നമ്മുടെ ഓസ്ട്രേലിയ കാൻബറയിലെ കാത്തലിക് ചർച്ചിന്റെ പേര് സെന്റ് അൽഫോൺസ എന്നാണ്. ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൺസാമയുടെ പേരിലാണ് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പള്ളിയിൽ കുർബാന 9:15 ഇവിടെ 9:15 കുർബാന കഴിഞ്ഞിട്ട് നാട്ടിലെ പോലെ പിള്ളേർക്ക് കാറ്റീസം ക്ലാസ് ഒക്കെ ഉണ്ട്. നദാൻ കാറ്റീസം ക്ലാസ്സിലുണ്ട്. നദാൻ ഏത് ഗ്രേഡിലാ കാറ്റീസത്തിൽ? അപ്പോ പള്ളി കഴിഞ്ഞ് കാറ്റീസം ക്ലാസ്സിലാക്കണം. കാറ്റീസം ക്ലാസ് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊച്ചിനെ പിക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള നമ്മുടെ ഒരു കാലത്ത് നാട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഒരു ഞായറാഴ്ച കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറയാം. നാടും ഇവിടെയും തമ്മിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ റൂട്ടീൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോവാം അല്ലേ? നമുക്ക് അധികം ദൂരമില്ല വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 7-8 മിനിറ്റ്സേ ഉള്ളൂ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതൊരു ഭാഗ്യമായി. കാലത്ത് തന്നെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും വണ്ടി എടുത്തിറങ്ങി ഓടാം. ഇത് നമ്മൾ പോകുന്നത് ഒരു സബർബാണ് കാൻബറയിലുള്ള. നല്ല ഭംഗിയാണ് മൊത്തത്തിൽ കാൻബറ കാണാനായിട്ട്. മറ്റുള്ള ഓസ്ട്രേലിയൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കാൻബറയ്ക്ക് ഇത്തിരി നേച്ചർ സംഭവം കൂടുതലാണ്. നിങ്ങൾ കാണുന്ന പോലെ കംപ്ലീറ്റ് മരങ്ങളും മലകളും ഒക്കെയാണ്. കുറേ മലകളും കുറേ താഴ്വാരങ്ങളും ചേർന്ന ഒരു ചെറിയ ഒരു സിറ്റിയാണ് കാൻബറ. പിന്നെ കാൻബറയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ACT എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, അതായത് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറഞ്ഞ സ്റ്റേറ്റിനകത്തുള്ള ഒരു സിറ്റിയാണ് കാൻബറ. ACTനെ കാൻബറ എന്ന് പറയും, കാൻബറനെ ACT എന്ന് പറയും. അതാണ് സംഭവം. പിന്നെ ഒത്തിരി വലുതൊന്നുമല്ല. മറ്റുള്ള ഓസ്ട്രേലിയൻ സ്റ്റേറ്റുകളൊക്കെ ഭയങ്കര വലുതാണ്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നമ്മുടെ കാൻബറ കുഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ്. അധികമൊന്നുമില്ല. ഒരു 1.25 മണിക്കൂർ കൊണ്ട് റൗണ്ട് അടിച്ച് എല്ലാം തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്ഥലമാണ്. കാലത്ത് തന്നെ ആകാശം കുറച്ച് ക്ലൗഡിയാണ്. കാരണം ഇവിടെ മഴ, ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആണ് വെതർ. മൊത്തത്തിൽ ഓസ്ട്രേലിയ സമ്മർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ 38-40 ഒക്കെ ചൂടടിക്കുന്നുണ്ട്. പക്ഷെ കാൻബറയിലെ വെതർ കാലത്ത് നല്ല ഫോഗാണ്. നമ്മുടെ ഇടുക്കിയൊക്കെ പോലെ, വയനാടൊക്കെ പോലെ കാലത്ത് തന്നെ ഒരു ചെറിയ തണുപ്പും ഫോഗൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂട് വരും. നല്ല ചൂടെന്ന് പറഞ്ഞാലും 25-30 ഉള്ളൂ. അത് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങൾ, അയർലൻഡിൽ നിന്നൊക്കെ വന്നവർക്കൊന്നും അതൊരു മാറ്റർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൽ നിന്ന് വന്നവർക്കും എനിക്ക് തോന്നുന്നു വലിയ മാറ്റർ ഒന്നും ആയിരിക്കില്ല ആ ചൂട്. അതിനുശേഷം രാത്രിയാകുമ്പോൾ പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെതർ, നല്ലൊരു തണുപ്പെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സമ്മറിൽ ഈ ഒരു ക്ലൈമറ്റ്, അതായത് 25, 30, 15 ആ റേഞ്ചിലൊക്കെ ക്ലൈമറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. ബിക്കോസ് ബാക്കി ഓസ്ട്രേലിയ മൊത്തം നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. 40 ഡിഗ്രിയും 38 ഡിഗ്രിയിലൊക്കെ നല്ല ചൂടടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല സേഫ് വെതറാണ്. ബുഷ് ഫയർ അതുപോലെ കാൻബറയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ബുഷ് ഫയർ ആണ്. ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ, കൊടുമ്പിരി കൊള്ളുന്ന സമ്മർ, അതായത് ഡിസംബർ ആയി കഴിഞ്ഞാൽ, നവംബർ ഡിസംബർ ആയി കഴിഞ്ഞാൽ ഇവിടെ ജനുവരി ആ 3 മാസങ്ങളിൽ ഇവിടെ ബുഷ് ഫയർ ഉണ്ടാവും. ബുഷ് ഫയർ എന്ന് പറഞ്ഞാൽ മലയിൽ തീപിടുത്തം. അത് കാട്ടുതീയൊക്കെ പിടിച്ചിട്ട് അത് മറ്റുള്ള വീടുകളുള്ള ഏരിയയിലേക്ക് അത് ബാധിക്കുന്നു. അവിടുത്തെ ആൾക്കാർക്ക് അതൊരു പ്രോബ്ലം ആകുന്നു. അതൊക്കെയാണ് അതിന്റെ ഒരു ബുഷ് ഫയർ എന്ന് പറയുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഉണ്ടാവില്ലേ എന്നാണ് പ്രാർത്ഥന. ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടുകളൊക്കെ കത്തിപ്പോവും ചില കേസസിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പള്ളി എത്താറായി. മഴ പെയ്യും, ഉച്ചയ്ക്ക് പെയ്യാൻ ചാൻസ് ഉണ്ട്. 2 PM വെതർ ഫോർകാസ്റ്റ് പറയുന്നത് 2 PM ആണ്. നദാൻ എന്നെ ഇത് ചെയ്യാട്ടോ, കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു നദാൻ. പിന്നെ അപ്പൊ പള്ളിയിലേക്ക് എത്തട്ടെ. പള്ളിയിൽ എത്തിയിട്ട് നമ്മുടെ സെന്റ് അൽഫോൺസ പള്ളി കാണിച്ചു തരാം. നദാൻ പറഞ്ഞു നദാന്റെ ഔട്ട്ഫിറ്റ് വീഡിയോ കാണിക്കണമെന്ന്. ഇത് നദാന്റെ പുതിയ ഡ്രസ്സാ അല്ലേ? കൊള്ളാവോ? ആരെങ്കിലും കൊള്ളാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, പിന്നെ പള്ളിയിൽ വരുമ്പോൾ ലൈക്ക് ചെയ്യണം. പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം കാറുകൾ കാണാന്നുള്ളതാണ്. കാരണം ഓസ്ട്രേലിയ ഈസ് നോൺ ഫോർ ബിഗ് കാർസ്. ഇത് നമ്മുടെ അയൽവക്കക്കാരന്റെ പ്രാഡോയാണ്. ഇതാരുടെ കാറാടാ? ലാൻഡ് ക്രൂസർ പ്രാഡോ. ആരുടെ കാറാ? ഷിബിൻ അങ്കിളുടെ കാറ്, റയാന്റെ കാറാ അല്ലേ? റയാൻ ഈ വീഡിയോ കാണുന്നെങ്കിൽ റയാന്റെ കാറ് കാണിച്ചിട്ടുണ്ട്.
അതുപോലെ കാറുകളുടെ ഒരു ട്രീറ്റാണ് നമുക്ക് ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. 4x4 കൈൻഡ് ഓഫ് കാർസ് ആയിരിക്കും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. അടിപൊളി കാറുകളായിരിക്കും. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആളെ ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട്. മിക്കവാറും പള്ളി കഴിയുമ്പോഴേക്കും അല്ല, മിക്കവാറും നേരത്തെ മഴ പെയ്യും. 2 PM ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. ഇതേ മിനി കൂപ്പർ നടക്കുന്നുണ്ടോ? എന്താ അവിടെ ഒരു മിനി കൂപ്പർ. എനിക്ക് മിനി കൂപ്പർ ഇഷ്ടം. BMW, അവിടെ ഒരു ക്ലൂഗർ നമ്മുടെ സെയിം. അടുത്ത BMW, അതെ അടുത്തൊരു BMW മാറ്റ് ഫിനിഷ് ചെയ്തത്. വണ്ടിപ്രാന്തന്മാർക്ക് ഇതൊക്കെ RAV4 ഇവിടെ ഒരുപാടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ഫ്രണ്ട്ലി ആണ്. ലെക്സസ്, അടുത്ത RAV4. കാർണിവൽ കിടക്കുന്നുണ്ട്. നമ്മുടെ പിണറായി വിജയന്റെ കാറ്. അതെ ഹുണ്ടായുടെ പാലസൈഡ്, ഹുണ്ടായുടെ വൺ ഓഫ് ദ വലിയൊരു കാർ. അയ്യോ പള്ളി കാണിച്ചില്ല. ഇതാണ് പള്ളി. കാറിന്റെ ഇടയിൽ പള്ളി കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, ഊബറോ? അത് ടാക്സി കാറുകളാണ്. ഓക്കെ, കാറുകൾ കണ്ടമാനമുണ്ട്. നിങ്ങൾ കണ്ടോ? നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ കണ്ടമാനം 4x4. കർത്താവേ, കുർബാന നടക്കാമല്ലോ. അതാ കുർബാന തുടങ്ങി. മിണ്ടല്ലേ ബാ കയറാം, അകത്ത് കയറട്ടെ. എന്തായാലും പള്ളി കഴിഞ്ഞിട്ട് പള്ളിയിലെ ഫ്രണ്ട്സിനൊക്കെ പറ്റി കാണിച്ചു തരാം. കുർബാന കഴിയുമ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടി ചായ കുടിക്കുക എന്നുള്ളതാണ്. ഇത് ഫ്രീ ചായയാണ്. ചായയോ കാപ്പിയോ കാറ്റസിംഗ് ക്ലാസ് കഴിയുന്നവരെ മാതാപിതാക്കൾ വെറുതെ ഇരിക്കാനുള്ളൂ. അപ്പോൾ ഫ്രീ ചായയൊക്കെ കുറിച്ച് സംസാരിച്ചിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയും, ഇതുപോലെ ഫ്രീ ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ വരുന്ന 2 പേർ എന്ന് പറയും. നമ്മളീ കാണുന്ന ആൾക്കാർ മൊത്തം മലയാളീസ് കേട്ടോ. ഇതിലൊരുപാട് മലയാളീസ് നമ്മുടെ നാട്ടിൽ നിന്ന് ക്യാൻബറ സിറ്റിയിലുണ്ട്. പള്ളി ഞായറാഴ്ച കാലത്ത് പള്ളി ചെന്ന് കഴിഞ്ഞാൽ നാട്ടിലെ പള്ളി പോയൊരു ഫീലാണ്. ഭയങ്കര ഒരു റിഫ്രഷിങ് മൂഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അളിയാ, നീ പള്ളിയെ കുറിച്ചുള്ള ഹിസ്റ്ററി പറ. നീ ഇപ്പോൾ 19 കൊല്ലമായിട്ട് ഇവിടെ ഉള്ളതല്ലേ? അല്ല, നീ 19 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള നീ. ചേട്ടാ സുഖല്ലേ? അതെ സ്റ്റാൻസിൽ കൂടെ വർക്ക് ചെയ്യണതാ ചേട്ടൻ. അതെന്റെ കാറ്റീസം ക്ലാസ്സും കഴിഞ്ഞല്ലേ? കുർബാന കഴിഞ്ഞ് നേരെ കാറ്റീസം ക്ലാസ്സിൽ പോയി. ആണോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോ? ആണോ? ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ കാറ്റീസം ക്ലാസ്സില്. ഇവിടെ പള്ളി വക ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് കാറ്റീസം ക്ലാസ് ഒക്കെ നടക്കുന്നത്. അല്ല അതാ എല്ലാരും മഴ തുടങ്ങിയപ്പോ ഓടുണ്ട്. അതാണ് സ്കൂള്, പള്ളി സ്കൂളിന്റെ ഫ്രണ്ട് സൈഡ്. ശരിക്കും സെന്റ് ജൂഡിന്റെ പേരിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. പക്ഷെ സെന്റ് അൽഫോൺസയുടെ പേരിലാണ് മലയാളം കമ്മ്യൂണിറ്റി ഈ പള്ളിയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഇതാണ് നമ്മുടെ ഒരു നോർമൽ സൺഡേ വരുന്നത്. ഇപ്പൊ സമയം ഇവിടത്തെ കാലത്ത് 11:50 ആയിട്ടേ ഉള്ളൂ. നമ്മളിനി എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങും കൂടി ചെയ്തിട്ടൊക്കെയാണ് സാധാരണ വീട്ടിൽ പോകാറുള്ളത്. ഇപ്പൊ പോണ വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് കൂടി ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും. പിന്നെ ഇന്ന് മഴ ദിവസം ആയതുകൊണ്ട് എനിക്ക് തോന്നാനുള്ള പുറത്ത് കളിക്കാൻ പോകാനൊക്കെ പറ്റുമെന്നുള്ളത്. സാധാരണ സൺഡേസിൽ കളിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സൺഡേ കളിയുടെ കാര്യം വലിയ ഉറപ്പില്ല, മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ സാധാരണ ഒരു സൺഡേ ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ ബൈ. നന്ദ ബൈ പറഞ്ഞോ. Bye. Like and subscribe. Bye.